ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഉപ്മാവായിട്ടാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ അധികം ആരും കഴിക്കാറൊന്നുമില്ല. ഇത് നമ്മുടെ ചാമ അരി കൊണ്ടുള്ള ഉപ്മാവ് കേട്ടോ. അപ്പോൾ ഇത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഉപ്മാവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമാവുമോ എന്നറിയില്ല. എന്നാലും നമ്മൾക്കൊക്കെ അത് ഈ ഒരു പ്രായം വരുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും എനിക്കുള്ള ഡിന്നറും കൂടി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 പേർക്കുള്ള അളവാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഞാനിത് 1/2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതായത് 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് ചാമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ചാമ അരി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമേ അറിയാണ്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇത്. അപ്പോൾ ഇതേ നമ്മുടെ ചാമ അരിയിൽ അത്യാവശ്യം നമ്മൾ സാധാരണ അനാദി കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് അഴുക്കും കട്ടകളും മണ്ണുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 തവണ കഴുകി എടുത്താൽ മതി. അല്ലാത്ത കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ, അതിനകത്ത് കല്ലും മണ്ണും പൊടികളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ഇത് 2-3 തവണ നന്നായി കഴുകി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മളിതിങ്ങനെ വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കും കേട്ടോ, ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിൻ്റെ കൂട്ടത്തിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാനത് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും പോട്ടേന്ന് കരുതി, കാരണം ഞാൻ ഏത് ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് പിന്നെ പെട്ടെന്ന് എന്തോ മറന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ. അതിടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടെ തന്നെയാണ്. അപ്പം ഞാൻ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ചുവന്ന മുളകും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞ ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേ പച്ചമുളകും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി നമ്മുടെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനൊരു സവാളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ 2 പേർക്ക് മാത്രമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ പൊതുവേ എനിക്ക് ഈ സവാള അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതേ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം, ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇതേ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ടേക്ക് ബീൻസ് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്, അതായത് നമ്മൾ തോടോട് കൂടിയുള്ളത് വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1-2 വർഷത്തേക്ക് വരെ ഇങ്ങനെ സൂക്ഷിക്കും. അതായത് നമുക്ക് സീസൺ സമയത്ത് വില കുറഞ്ഞു കിട്ടും ഫ്രഷ് ആയിട്ടുള്ളത്. തോടൊക്കെ കളഞ്ഞിട്ട് അത് നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് അപ്പം എടുത്തുണ്ടാക്കാം. ഇതാകുമ്പം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ, സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി അത് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാനിപ്പോൾ 1/2 കപ്പ് ചാമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇരട്ടി വെള്ളം അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എപ്പോഴും അത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പിട്ട് ഇളക്കി നോക്കി. വെള്ളത്തിന് ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ നിൽക്കുന്ന പാകത്തിന് വേണം, എന്നാലേ സാധനങ്ങളൊക്കെ ഇട്ട് വെന്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഉപ്പ് പാകാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നീട് 2ാമതൊരു ഇത്തിയും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി മൂടി വെച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി അരിപ്പയിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ചാമ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇത്രയേ പണിയുള്ളൂ. ഈ വെള്ളം വറ്റി കിട്ടുമ്പോഴേക്കും നമ്മുടെ അരി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ അളവ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഒരു 1/2 കപ്പ് അരിക്ക് ഞാൻ 1 കപ്പ് വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പും, അങ്ങനെ കുറച്ചധികം ഒന്ന് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ റവയൊക്കെ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ പിടിക്കും കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, വീണ്ടും മൂടി വെക്കുക. എന്നിട്ട് നമ്മുടെ അരി വേവുന്നത് വരെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നവർ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ സംഭവം നോക്കുക, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊട്ടും കുഴയൊന്നുമില്ല കേട്ടോ. ഒരുതരം ധാന്യം അല്ലേ, അപ്പം നന്നായിട്ട് തന്നെ അങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ധാന്യം തന്നെയാണ്. വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആവുമെങ്കിലും ശരിക്കും നല്ല ആദ്യം കാണുമ്പോൾ നല്ലൊരു ഹാർഡായിട്ടുള്ള ഒരു ധാന്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴയെന്നുള്ള പേടി വേണ്ട കേട്ടോ.
അപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണമെങ്കിൽ അങ്ങനെ മൂടി വെക്കാം. ഞാനിപ്പോൾ മേലെ വെറുതെ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഇനി നന്നായിട്ട് നാളികേരം കൂടെ ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ നാളികേരമൊക്കെ നന്നായി ചൂടായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവ് ചെയ്യാം. ഇത്രയേ പണിയുള്ളൂ. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ചാമരിയുടെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊളസ്ട്രോളും പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റാണ് കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ച് നോക്കും. അടിപൊളി സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.